കൂടെ നമുക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ IBPS RRB ക്ലർക്കിൻ്റെ ബിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ ഡേറ്റ് നമുക്ക് ജൂൺ 27 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജൂൺ 27 വരെ, പിന്നെ 7 തൊട്ട് 27 വരെ മൊത്തം 20 ദിവസം ഡേറ്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. പ്രീ എക്സാമിൻ്റെ ഡേറ്റ് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്ക് എക്സാം ഉണ്ടാവും. മെയിൻ എക്സാം സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ സ്റ്റാർട്ടിംഗ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അധികം ടൈമില്ല അല്ലേ. ഇതിപ്പോൾ ജൂൺ കംപ്ലീറ്റ് ഉണ്ട്, ജൂലൈ കംപ്ലീറ്റ് ഉണ്ട്, ഓഗസ്റ്റ് എക്സാം. ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബറിൽ മെയിൻ എക്സാം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോളുക. മോക്ക് ടെസ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മോക്ക് ടെസ്റ്റ് എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രീ ലെവലും ചെയ്യണം, മെയിൻസ് ലെവലും ചെയ്യണം. നിങ്ങളിപ്പോൾ ക്ലർക്കിലാണ് നോക്കുന്നതെങ്കിൽ ക്ലർക്കലിൻ്റെ ചെയ്യുക, PO ആണ് നോക്കുന്നത് PO ചെയ്യുക. രണ്ടും നോക്കുന്നുണ്ടെങ്കിൽ രണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ അഡ്വാറ്റ് ഫോഴ്സ് ആണോ ഒലു ബോർഡോ അങ്ങനെ ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഡെയിലി നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്കറിയാം. എനി ഡിഗ്രിയാണ് അല്ലേ, മിനിമം ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഡേറ്റ് ഉണ്ട്. ഞാൻ ഈ നോട്ടിഫിക്കേഷൻ അതിനകത്ത് ഗ്രൂപ്പിൽ ഇട്ട് തരാവേ, നിങ്ങളത് പുറന്തെങ്കിലും വായിച്ചിരിക്കുക. ഞാൻ ജസ്റ്റ് എടുത്തു വരേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഏജിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനടുത്തായിട്ട് വേക്കൻസി ടേബിളിനകത്തോട്ട് പോകാം. ഓക്കെ, വേക്കൻസീസ് നോക്കി കഴിയുമ്പോഴത്തേനും ഇതിപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് നമ്മുടെ ക്ലർക്കലിൻ്റെ വേക്കൻസിയാണ് കേരളത്തിൽ. സ്റ്റാർട്ടിങ് കിടക്കുന്നത് നോക്കട്ടെ, SC ST OBC EWS ജനറൽ, അങ്ങനെയാണ് ഓർഡർ കിടക്കുന്നത്. കേരളത്തിൽ SC 10, ST 1, OBC 27, പിന്നെ 10 EWS, ഇനി ജനറൽ 52 വേക്കൻസി ഉണ്ട്. അപ്പോൾ OBC കാറ്റഗറിയിലുള്ളവർക്ക് 27 + 52, അപ്പോൾ മൊത്തം 79 വേക്കൻസീസ് ആണുള്ളത്. ഇനി ബാക്കി കാറ്റഗറീസ് റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, SC OBC EWS ജനറൽ ടോട്ടൽ. ഇനി PWD EXM വേക്കൻസി അവിടെ കിടപ്പുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോളാം. ഇനി നമുക്ക് ഓഫീസർ സ്കെയിൽ 1 നോക്കാം. സ്കെയിൽ 1 അല്ല നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നോക്കാം, SC 29, ST 14, OBC 53 ഉണ്ട്. പിന്നെ EWSനകത്ത് വേക്കൻസി വന്നിരിക്കുന്നത് 19 ആണ്, ജനറൽ 80. അപ്പോൾ OBC കാറ്റഗറിയിലുള്ളവർക്ക് 53 + 80 അത്ര വേക്കൻസീസ് ഉണ്ടാവും. ഏകദേശം 133 വേക്കൻസികളുണ്ട്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണല്ലേ. ക്ലർക്കിൽ എനിക്ക് തോന്നുന്നൊരു 400 സംതിങ് വേക്കൻസി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ വേക്കൻസി ടേബിൾ ഓഫീസർ സ്കെയിൽ 2ൻ്റെ വേക്കൻസിനകത്തുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് ഇവിടെ ഇത് കിടക്കുന്ന ലെവൽ 2ന് വേക്കൻസി കറൻറ്റ്ലി ഇപ്പോൾ കിടക്കുന്നില്ല ഇതിനകത്ത് അല്ലേ. സ്കെയിൽ 2 IT ഓഫീസർ കേരള ഗ്രാമീൺ ബാങ്കിൽ വേക്കൻസി ഉണ്ട്. SC ST ജനറൽ, EWS ടോട്ടൽ. SC ST ഇത് OBC, ഇത് EWS, ഇത് ജനറൽ. ഓക്കെ, ഇനി ഇതിനകത്ത് എടുത്ത് പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യത്തില്ലേ, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അവിടെ നമുക്കൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടി വരും. അതായത് ഫോണിൻ്റെ ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ വെബ് ക്യാമറ വെച്ചിട്ടോ ഒരു ഫോട്ടോ നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്തപ്പോൾ അത് കണ്ടായിരുന്നു. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ നമ്മൾ എക്സാമിന് എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്, ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ ഒരു ഫോട്ടോ നമ്മൾ ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, നമ്മുടെ വെബ് ക്യാമറ വെച്ചിട്ട് ഒരു ഫോട്ടോ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നെങ്കിൽ വെബ് ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു QR ലിങ്ക് അതിൻ്റെ അകത്ത് ഇട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ആ QR ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഫോണിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ എങ്ങനെ എടുക്കേണ്ടത് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ. അതായത് ചുമ്മാ ചപ്പേവർ സാധനങ്ങളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഫോട്ടോ എടുക്കരുത്. നിങ്ങളൊരു ഭിത്തി എടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു വൃത്തിയുള്ളൊരു ഭിത്തിയുടെ ഫ്രണ്ടിൽ പോകുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. പുറകിലൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു വൃത്തിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. മുഖത്ത് അത്യാവശ്യം ലൈറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഫേസ് വിസിബിൾ ആയിരിക്കണം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നോക്കി, ക്യാമറയിൽ നോക്കിയിട്ട് ഫോട്ടോ എടുക്കണം. എന്നിട്ട് ക്രോപ്പ് ചെയ്യേണ്ടതൊക്കെ അതിനകത്ത് തന്നെ സൈറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെബ് ക്യാമറ ഉണ്ടെങ്കിൽ അതിൽ തന്നെ എടുക്കുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫോണിൽ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു QR വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു സംഭവം അതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണം, നിങ്ങൾ സ്കാൻഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണം, അതുപോലെ ഫോട്ടോ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇതിനകത്ത് എക്സ്ട്രാ വന്നേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പണ്ട് അപ്ലൈ ചെയ്ത പോലെ, നേരത്തെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അറിയാം, നേരത്തെ ചെയ്യുന്ന പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം. ഫോട്ടോ വേണം, സൈൻ വേണം, ലെഫ്റ്റ് തം ഇംപ്രഷൻ വേണം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം,
ഡിക്ലറേഷൻ ഇപ്പോൾ ഇതിനകത്ത് കിടപ്പില്ല, അതുകൊണ്ട് ഡിക്ലറേഷനകത്തുണ്ട് കേട്ടോ. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ ദി ഇസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ്. ഓക്കെ, എല്ലാ വർഷവും സെയിം ഡിക്ലറേഷൻ തന്നെയാണ് നമ്മൾ എല്ലാ എക്സാമിൻ്റെയും നോട്ടിഫിക്കേഷനിൽ കാണാറ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് എക്സാം നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, പ്രിലിംസ് എക്സാമിന് 45 മിനിറ്റ് കോമ്പസിറ്റ് ആണ് ടൈമിങ് ഉണ്ടാവും. 45 മിനിറ്റ്സ് കോമ്പസിറ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഏത് ടോപ്പിക് വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏത് ടോപ്പിക്കിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ കൊടുക്കാം. ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ആദ്യം റീസണിങ്ങാണ് വരുന്നതെങ്കിൽ റീസണിങ് ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഈസി ക്വസ്റ്റ്യൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ എക്സാം എഴുതുവാണെങ്കിൽ സില്ലോയിസം, ഇൻഇക്വാളിറ്റീസ്, ബ്ലഡ് റിലേഷൻ, കോഡിങ്, പിന്നെ ആൽഫന്യൂമറിക് സീരീസ്, ഇത്രയും ചെയ്യും. ഫസ്റ്റ് ലൈൻ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഞാനും ഒഴിവാക്കും. അത് കഴിഞ്ഞിട്ട് നേരെ മാത്സിനകത്തോട് തുടക്കും. സിംപ്ലിഫിക്കേഷൻ എല്ലാം ചെയ്യും. നമ്പർ സീരീസ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കും. ക്വാഡ്രാറ്റിക് ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കും. ഈസി ഡി എ ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇത്രയാണ് എന്നെ സംബന്ധിച്ച് ഈസി ടോപ്പിക്സ്. അത്രയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഏറ്റവും ഫസ്റ്റിലോട്ട് പോകും. ഫസ്റ്റിലോട്ട് പോയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോകും. ഓക്കെ ആണോ? അപ്പോൾ ആദ്യം ഈസി ക്വസ്റ്റ്യൻസ്, പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 1 തൊട്ട് 100 വരെ, 1 തൊട്ട് 80 വരെയുള്ള ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിനുശേഷം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെ. അപ്പോൾ ഇത് ക്ലറിക്കലാണ്. ക്ലറിക്കൽ നമുക്കറിയാം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. എനിക്കൊരു 60 സംതിങ് എന്തോ അറ്റംപ്റ്റ് ചെയ്യുവാണെങ്കിൽ സേഫ് സോൺ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു അനുമാനം. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് കട്ട് ഓഫ് ഒക്കെ നോക്കുക, വേക്കൻസി നോക്കുക. ഇപ്പോൾ ഇത്തവണ വേക്കൻസി കുറവായതുകൊണ്ട് കട്ട് ഓഫ് കുറച്ച് മേളിൽ കയറാൻ സാധ്യതയുണ്ട്. അത് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് പോയിട്ട് നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തിട്ട് വരിക. അതാണ് ഒന്ന് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ ഓഫീസിന് പോകുമ്പോൾ സെയിം സ്ട്രാറ്റജിയാണ്. മെയിൻസിന് ചെന്ന് കഴിയുമ്പോൾ ഇതുണ്ടോ, കോമ്പോസിറ്റ് ടൈം ഓഫ് 2 hours കിടക്കുന്നത് കണ്ടോ. ഓഫീസ് അസിസ്റ്റൻറ്റിനകത്ത് കോമ്പോസിറ്റ് ടൈം ഓഫ് 2 hours കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, റീസണിങ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രം കമ്പ്യൂട്ടറിലോട്ട് പോകാമെന്ന് വിചാരിക്കരുത്, ടൈം പോകും. അപ്പോൾ ആദ്യം ഈസി ക്വസ്റ്റ്യൻസ്, റീസണിനകത്ത് ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക, കമ്പ്യൂട്ടറിനകത്ത് ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക, ജനറൽ അവയർനെസ് എല്ലാം ചെയ്യുക. അങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഫ്രണ്ടിലോട്ട് പോവുക. അങ്ങനെ ചെയ്തു പോവുക. ഓക്കെ, പക്ഷേ സെപ്പറേറ്റ് ടൈമിംഗ് ആണ് ഇത് നടക്കത്തില്ല അല്ലേ. സെപ്പറേറ്റ് ടൈമിംഗ് ആണെങ്കിൽ ഒരു സെഷനിൽ നിന്നിട്ട് തന്നെ നമ്മൾ ഈ 3 ലെവലിലായിട്ട് ചെയ്തു പോകേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചാനൽ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു നോക്കുള്ളൂ. ഓക്കെ, മോക്ക് ടെസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോഴേ നമുക്ക് നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയകളും നമ്മുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.